നമസ്കാരം. ഞാൻ ഡോക്ടർ എസ് ജയശ്രീ, വെറ്റിനറി സർജനാണ്. നമ്മുടെ ഇന്നത്തെ വിഷയം കന്നുകുട്ടിയെ പറ്റിയാവട്ടെ. നിങ്ങൾക്കറിയാം, ഇന്നത്തെ കന്നുകുട്ടി നാളത്തെ കാമധേനുവാണ്. അപ്പോൾ നമ്മൾ അതിനെ നന്നായി പരിപാലിക്കണ്ടേ? കന്നുകുട്ടി ജനിച്ചാലുടൻ തന്നെ കന്നിപ്പാൽ കൊടുക്കുക. അത് അതിന് അമൃതാണ്. അരമണിക്കൂറിനുള്ളിൽ തന്നെ കന്നിപ്പാൽ കൊടുക്കുക. കൂടാതെ പൊക്കിൾക്കൊടി അണുനാശിനി ഉപയോഗിച്ച് നന്നായി കെട്ടി അണുനാശിനി പുരട്ടി അണുബാധയൊന്നും കയറാത്ത രീതിയിൽ നന്നായി പരിപാലിക്കുക. അങ്ങനെ ഒരു കന്നുകുട്ടിയെ അതിന്റെ ആദ്യ ദിവസങ്ങളിൽ പരിപാലിച്ചതിന് ശേഷം കൃത്യസമയത്ത് തന്നെ വിരയ്ക്ക് മരുന്ന് കൊടുക്കുക, യഥേഷ്ടം പാല് കുടിപ്പിക്കുക. ഇതൊക്കെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ വിരമരുന്നെല്ലാം കൊടുത്ത് നന്നായി പാലൊക്കെ കുടിച്ച് നമ്മുടെ കന്നുകുട്ടി ഇങ്ങനെ ആർത്തുല്ലസിച്ച് വളർന്നു വരുമ്പോൾ പതുക്കെ അതിന് പച്ചപ്പുല്ലും കൊടുത്തു തുടങ്ങാം. ഈ പച്ചപ്പുല്ലും കൊടുത്ത് 6 മാസം വരെ കാഫ് സ്റ്റാർട്ടർ എന്ന തീറ്റയും കൊടുത്ത് വരുന്ന ഒരു കന്നുകുട്ടി തീർച്ചയായും നല്ല ശരീരഭാരം ആർജിക്കും. 6 മാസത്തിന് ശേഷം ശരീരഭാരത്തിന് ഉതകുന്ന രീതിയിൽ അതിന് കാലിത്തീറ്റയും കൊടുത്തു തുടങ്ങാം. ഇങ്ങനെ വളരുന്ന ഒരു കന്നുകുട്ടിക്ക് യഥാസമയങ്ങളിൽ വിരയിളക്കാൻ മറന്നു പോകരുത്. കൂടാതെ പ്രതിരോധ കുത്തിവയ്പ്പുകളും കൃത്യസമയത്ത് തന്നെ നൽകണം. ഇങ്ങനെ വളരുന്ന ഒരു കന്നുകുട്ടി ഏകദേശം 13 മാസം കഴിയുമ്പോൾ തന്നെ മതിലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും. അതിന്റെ മുതിർന്ന പശുവിന്റെ ശരീരഭാരത്തിന്റെ ഏകദേശം 60% ആകുമ്പോഴുള്ള മതിലക്ഷണത്തിൽ നമുക്കതിനെ കൃത്യമായി ബീജാദാനം. ഈ ഘടകങ്ങളൊക്കെ മനസ്സിൽ ഉറപ്പിച്ച് നിങ്ങളുടെ കന്നുകുട്ടിയെ വളർത്തൂ. നാളത്തേക്ക് ഒരു മുതൽക്കൂട്ടായി കാമധേനുവായി അതിനെ വളർത്തിയെടുക്കും.